ഓൺടർപ്രണേഴ്സിന് ചില സമയത്ത് ചില സോഫ്റ്റ്വെയർസും ടെക് റിലേറ്റഡ് കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്യൽ നിർബന്ധമാവും. ആ സമയത്ത് ചിലപ്പോൾ ഓൺടർപ്രണേഴ്സ് ചിന്തിക്കും ഇത് ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ നമ്മൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. സോ ഇത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കേസും വെച്ച് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്താക്കി തരാം, ഇതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഓൺടർപ്രണർ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓരോ ഓൺടർപ്രണർ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്ലസ് നമ്മളെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന പേഴ്സണൽ ഫൈനാൻസും മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് റിലേറ്റഡ് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, കൂടുതൽ കാണാൻ വേണ്ടി പറ്റും. സോ ഒബ്വിയസ്ലി ഞാൻ പറയുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടായതിനു ശേഷമാണ് ഞാൻ എന്താ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം എന്താ മെയിൻ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് സാധനങ്ങൾ ആക്ച്വലി ആവശ്യമുണ്ടോ എന്നുള്ള സംഭവമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആവശ്യമുണ്ട്, പക്ഷെ ഒരു പോയിന്റിലായിരിക്കും, ഒരു പോയിന്റിന് ശേഷമായിരിക്കും നമുക്കത് ആവശ്യം വരിക. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ സോഫ്റ്റ്വെയർ ഉണ്ടായാൽ മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരു പോസിബിൾ ആയൊരു വേ ആണോ എന്നറിയില്ല. കാരണം ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ക്യാപിറ്റൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായി, അത്യാവശ്യം സെയിൽസ് ഒക്കെ വന്നതിന് ശേഷം, നമുക്ക് കുഴപ്പമില്ലാത്ത മണി ഫ്ലോ വന്നതിന് ശേഷം ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്കതൊരു ബേർഡൻ ആവില്ല, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു കടം പോലെ നമുക്ക് അവിടെ കിടക്കും. അപ്പം എന്താണ് എൻ്റെ കേസിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എജുസോൾവിന്റെ കേസിൽ നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു, നമ്മളെ ഇന്റേണൽ ഓപ്പറേഷൻ ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഡാഷ്ബോർഡ് ബേസിക്കലി നമ്മൾ പല മാനുവലി ആയിട്ടും കുറച്ചൊക്കെ ഗൂഗിൾ ഷീറ്റ്സിലായിട്ടും മറ്റ് ഡോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് മാനേജ് ചെയ്തത്. മെയിൻലി മാനുവലായിട്ട് നമ്മളെ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടായിരുന്നു മാനേജ് ചെയ്തിരുന്നത്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ തന്നെ ആയിരുന്നു, ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ചുള്ള സമയത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം ആയി ഒരു രണ്ട് കോർഡിനേറ്റർ 3 കോർഡിനേറ്റർ ഒക്കെ വന്ന സമയത്ത്, അത്യാവശ്യം കോർഡിനേറ്റേഴ്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ടെക് എന്തായാലും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന്റെ ഒരു എസെൻഷ്യൽ വേ ആണ്, അതൊരു എസെൻഷ്യാലിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ കുറച്ച് സോഫ്റ്റ്വെയർ കമ്പനീസിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ പ്രോബ്ലംസ് മൊത്തം ലിസ്റ്റ് ചെയ്തു. അപ്പം ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ വരുന്ന പ്രോബ്ലംസ് മൊത്തം ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവരുമായിട്ട് സിറ്റിംഗ് ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടി എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. സോ ആക്ച്വലി ആ സമയത്ത് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു ടെക് റിലേറ്റഡ് സാധനം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ഒരാളും കൂടി പണിക്ക് വെക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പൊ ആ ഒരാളെ പകരം ഇൻസ്റ്റെഡ് ഓഫ് അതിനൊക്കെ പകരം നമുക്ക് എന്താക്കിയാൽ മതി, മറിച്ച് നമുക്കൊരു ടെക് റിലേറ്റഡ് ഒരു സാധനം പ്രീമിയം പർച്ചേസ് ചെയ്തിട്ട് വെച്ചാൽ മതി. സോ അവിടെ നമ്മളെ എക്സ്പെൻസീവ് അല്ലേ, ഇതൊരു ഇത്ര പേയ്മെന്റ് വരുമെന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് അതല്ലെങ്കിൽ വേറൊരു വഴിക്ക് എന്തായാലും ചെലവ് വരും. അപ്പൊ ഇത് ഇങ്ങനെ ആവുന്ന സമയത്ത്, സോഫ്റ്റ്വെയറോ ടെക്കോ ആവുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മറ്റ് ഇപ്പം കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് ബാക്കിയുള്ള നമ്മളെ എറേഴ്സ് വരാനും കാര്യങ്ങളൊക്കെ മാക്സിമം കുറവായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മളെ ടീമിന് കൊടുത്ത് വീണ്ടും റീടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ നിങ്ങളൊരു ഓൺടർപ്രണർ ആണെങ്കിൽ നിങ്ങൾ ചാടിക്കറി ഫസ്റ്റ് തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നിങ്ങൾ എന്താക്കുക, ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അത്യാവശ്യം ട്രാക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അണ്ടറിലുള്ള ഓരോ സെഗ്മെന്റ്സും നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ അതുപോലത്തെ ടെക് റിലേറ്റഡ് സാധനങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷന് നിങ്ങൾക്ക് തലവേദന ഒഴിയാൻ വേണ്ടി പറ്റൂല. കാരണം നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാഫിനെ വെക്കേണ്ടി വരും, ആ സ്റ്റാഫ് പോകുമ്പോൾ അടുത്ത ഹയർ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. മറിച്ച് സോഫ്റ്റ്വെയർ ആവുന്ന സമയത്ത് ഇൻ കേസ് വല്ല ബഗോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യണം. അപ്പൊ അതിനായിട്ടൊരു ടീമും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് എന്താ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരു ഓൺടർപ്രണർ കേസിൽ സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലെവലിൽ എത്തിയതിനു ശേഷമായിരിക്കണം അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. സോ നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ഒരു എസെൻഷ്യാലിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്പ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സോ ബൈ.